ആദ്യമേ ഈ മച്ചാടോയുടെ പുരസ്കാര ലഭ്യതയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ആശ്വാസ വാർത്ത പറയട്ടെ. ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ട്രംപിന് കിട്ടിയില്ല എന്ന് കേട്ടപ്പോൾ ഉണ്ട ആശ്വാസം. കാരണം നമുക്കറിയാം, ഒരു വംശഹത്യ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. ആ വംശഹത്യക്ക് കൂട്ടുപ്രതിയായിട്ട്, അതായത് മനുഷ്യരെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെയുള്ളവരെ നിർദ്ദയം കൊന്നു തള്ളുന്ന ഒരു ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ ഈ സമാധാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റേണ്ടി വന്നേനെ. അതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് ഒരു ആശ്വാസം. എന്നാൽ അദ്ദേഹത്തിന് നിരാശപ്പെടുന്ന, അദ്ദേഹത്തെ വാസ്തവത്തിൽ നൊബേൽ സമാധാന കമ്മിറ്റി മരിയ മച്ചാഡോയ്ക്ക് ഈ പുരസ്കാരം കൊടുത്തതിലൂടെ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്ത, ട്രംപിന് കൊടുക്കാൻ പറ്റാത്തതിന്റെ നിരാശ അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മരിയ മച്ചാഡോയുടെ സമരത്തെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയാണ്. അതിന് ട്രംപ് വളരെയധികം അവരെ പിന്തുണച്ച് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിന് കൊടുത്തതിലൂടെ, സമാധാന സമ്മാനം കൊടുത്തതിലൂടെ, ഒന്ന് ട്രംപിനെ ആശ്വസിപ്പിക്കാം, മറ്റൊന്ന് ഈ നൊബേൽ സമാധാന കമ്മിറ്റി നിരന്തരം വെച്ചുപുലർത്തുന്ന ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൂടി അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കേണ്ടിയിരുന്നത് ഇവർക്ക് തന്നെയാണോ എന്നുള്ള ചിന്ത നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. കാരണം നമുക്കറിയാം, ഗ്രറ്റ തേൺബർഗ് എന്ന് പറയുന്ന 20കളിൽ നിൽക്കുന്ന ഒരു പെൺകൊച്ച്, ആ പെൺകൊച്ച് പിന്നെ ഇസ്രായേല് നടത്തിയ വംശഹത്യക്കെതിരായി അവർക്ക് ഈ അവിടുത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണവും മരുന്നും മറ്റുമൊക്കെ ആയിട്ട് ഒരു കപ്പലിൽ വന്ന് നമുക്കറിയാമല്ലോ. ആ കപ്പല് പിടിച്ചെടുക്കുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. അവർ പരിസ്ഥിതി പ്രവർത്തകയാണ്, സമാധാന പ്രവർത്തകയാണ്. ഏറ്റവും അധികം മനുഷ്യ സമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ മാത്രം നമ്മുടെ ഗാസയിൽ മാത്രം ഏതാണ്ട് 239 പത്രപ്രവർത്തകർ മരിച്ചു. മീഡിയ എന്ന് പറയുന്ന അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നു. ഡോക്ടേഴ്സ് സാൻസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രദേശത്ത് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ എത്രയോ, അതായത് സമാധാനത്തിന് വേണ്ടി വളരെ സജീവമായി ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനകൾ. സുഡാനിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയുണ്ട്, അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ സുഡാനിലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും സുരക്ഷയും ഒക്കെ ഒരുക്കുന്ന ഓർഗനൈസേഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘർഷ ഭൂമികളിൽ, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്ത് സംഘർഷ ഭൂമികളിൽ സമാധാനവുമായി എത്തുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടായിട്ട്, സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിട്ട്, ഈ മരിയ മച്ചാഡോയ്ക്ക് വേണ്ടിയിട്ട് അവാർഡ് കൊടുത്തത് 2 ലക്ഷ്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ട്രംപിനെ വളരെയധികം പ്രകോപിപ്പിച്ചിട്ടില്ല, കാരണം ട്രംപിന്റെ ഒരാൾക്കാണ് കൊടുത്തിരിക്കുന്നതും. മറ്റൊന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ഇപ്പം നിക്കോളാസ് മദുരോ എന്ന് പറയുന്ന ഭരണാധികാരിക്കെതിരായിട്ട് അമേരിക്കയിലെ നേരത്തെ ബൈഡൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുകളിൽ വേറൊരാളിനെ, തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളിനെ അംഗീകരിക്കുകയും പ്രസിഡന്റ് ആക്കുകയും ചെയ്ത രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്തിന്റെ ഒരു കപ്പല് ഞങ്ങൾ മയക്കുമരുന്ന് കൊണ്ടുപോകുന്നു എന്ന് കരുതി പറഞ്ഞിട്ട് ആ 2 കപ്പൽ ആക്രമിക്കുകയും ആൾക്കാർ കൊല്ലുകയും ചെയ്തു. അതിനെതിരെ അമേരിക്കയിൽ തന്നെയുള്ള അന്തർദേശീയ വിദഗ്ധന്മാർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അതിനുള്ള നിയമമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്യൂബ പോലെയുള്ള രാജ്യങ്ങളെ, അല്ലെങ്കിൽ വെനസ്വേല പോലുള്ള രാജ്യങ്ങളെ തകർത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്ക. ആ അമേരിക്കൻ ഭരണകൂടത്തിന്റെ എല്ലാവിധ പിന്തുണയോടും കൂടി സമരം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് മരിയ മച്ചാഡോ. അവർക്ക് സ്വാഭാവികമായിട്ടും കൊടുത്തത് ഇങ്ങനെയുള്ള രാഷ്ട്രീയം കൂടിയുണ്ട്. പിന്നെ അതിന് പുറമെ ട്രംപിനെ കൂടി സന്തോഷിപ്പിക്കാം എന്നുള്ളത് നൊബേൽ സമാധാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടാവാം. കാരണം നൊബേൽ സമാധാന കമ്മിറ്റി കുറച്ച് പ്രതിസന്ധിയിലാണ്. കാരണം ഗാർഡിയൻ എന്ന് പറയുന്ന പത്രത്തിനകത്തൊക്കെ എഴുത്തുകൾ വന്നിരിക്കുന്നത് കണ്ടു. ഈ നോർവേക്കെതിരായിട്ടുള്ള ചില നടപടികൾ ഒരു പക്ഷേ ട്രംപ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നൊബേൽ കമ്മിറ്റി സമാധാനം നൽകുന്നത് അവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജൂലൈയിലാണെന്ന് തോന്നുന്നു, അവിടുത്തെ വിദേശകാര്യ മന്ത്രിയെ വിളിച്ച് നൊബേൽ സമ്മാനം എനിക്ക് കിട്ടണം എന്നൊക്കെ പറയുകയും താരിഫിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ഇൻഡയറക്റ്റ് ആയിട്ടും എനിക്ക് സമാധാനം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താരിഫ് നിങ്ങൾക്ക് ഇതിൽ ഏർപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഭീഷണി സ്വരത്തിൽ വരെ സംസാരിച്ചായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ട്രംപ് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യെസ്, തീർച്ചയായും അങ്ങയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ഒരു നീക്കം ഇനി എന്താകും എന്നുള്ളത് സസൂക്ഷ്മം ലോകം വീക്ഷിക്കുകയാണ്. അടങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം തന്നെയും ഉറ്റുനോക്കുകയാണ് ലോകം. ഏതായാലും BK സുഗയിലും ഒപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണിയുമാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്